മറിച്ച് 5 മഹാന്മാരിൽ നിന്നാണ് ആരാധന ആരംഭിക്കുന്നത്. ഇന്നും അത് അപങ്കുരം തുടരുന്നു. ലോകത്ത് നമ്മൾ പറയും മദ്യപാനം കൂടുതലാണ്, വ്യഭിചാരം കൂടുതലാണ്, ലോകത്ത് വിഗ്രഹാരാധന കൂടുതലാണ്, ലോകത്ത് ബഹുദൈവത്വം ഏറ്റവും വലിയ തെറ്റ് ദൈവേതരെ ആരാധിക്കുക എന്നുള്ളതാണ്. അന്തം തമഹ പ്രവിശംതിയേ സംപൂത്യമുപാസതേ തതോ ഭൂയൈവദേയഹു സംപൂത്യം രദഹ. ഈശാവാശോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്, ദൈവേതരെ നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ നിങ്ങൾ ചെന്ന് പതിക്കും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. 5ാം അധ്യായം 72ാമത്തെ വചനമാണ്. ആരെങ്കിലും ദൈവേതര ശക്തികൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ അവർ ചെന്ന് പതിക്കും. മതദർശനങ്ങളെല്ലാം ഒന്നിച്ച് മേളിച്ചൊരു മേഖലയാണ് ഏകദൈവാരാധനയുടെ കാര്യം. വിഗ്രഹാരാധന പാടില്ലെന്ന് 3 പ്രബല മതങ്ങളും കൃത്യമായി പഠിപ്പിച്ചു. അതേ ആവർത്തന പുസ്തകം 4ാം അധ്യായം 17ാമത്തെ വചനത്തിലും, അതുപോലെ തന്നെ പുറപ്പാട് 20ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിലും, ആവർത്തന പുസ്തകം 5ാം അധ്യായം 6-7 വചനങ്ങളിലും വ്യക്തമായി വിഗ്രഹാരാധന പാടില്ല എന്ന് ബൈബിളിലെ ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും പഠിപ്പിച്ചു. അതുപോലെ തന്നെ യജുർവേദത്തിന്റെ 32ാം അധ്യായം 3ാമത്തെ വചനത്തിൽ നതസ്യ പ്രതിമ ആസ്തി, ദൈവത്തിന് പ്രതിമ പാടില്ലെന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ 19ാം അധ്യായം 42ാമത്തെ വചനത്തിൽ സ്വന്തം പിതാവിനെ, വിഗ്രഹാരാധകനായ പിതാവിനെ ഉപദേശിക്കുന്ന എബ്രഹാമിന്റെ കഥ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നു. 3 വേദങ്ങളിലെയും ഈ താല്പര്യത്തെ അംഗീകരിച്ചൊരു വിഭാഗമാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് അവർ മുസ്ലിങ്ങളായത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ വാചകത്തെ അവരംഗീകരിച്ചു, വേദത്തിലെ വാചകത്തെ അവരംഗീകരിച്ചു. അനുസരണമുള്ളവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. വിഗ്രഹാരാധന പാടില്ലെന്ന് 5000 വർഷം പഴക്കമുള്ള വേദഗ്രന്ഥം പറഞ്ഞു, മുസ്ലിങ്ങൾ അത് കേട്ടു. ബൈബിള് പറഞ്ഞു, മുസ്ലിങ്ങൾ അത് കേട്ടു. ഖുർആൻ പറഞ്ഞു, മുസ്ലിങ്ങൾ അത് കേട്ടു. അതുകൊണ്ട് തന്നെ സർവ്വവേദങ്ങളിലെയും ദൈവവാചകത്തെ അംഗീകരിച്ചവർ മുസ്ലിങ്ങളാണ്. ഇത് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. പ്രമാണം അതാണ്. പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. മതത്തെ അങ്ങനെ പഠിക്കണം. അങ്ങനെ മതത്തെ പഠിച്ചാൽ ലോകത്ത് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. മതം റോട്ടിലിറങ്ങുന്ന ഒരവസ്ഥ പിന്നീട് ഉണ്ടാവില്ല. മതഘോഷങ്ങൾ റോട്ടിലാണ്. മുട്ടി ചുരുട്ടി മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ചെയ്ത് മാലപ്പടക്കങ്ങൾ പൊട്ടിച്ച് ചെണ്ടമുട്ടി തോരണങ്ങളാക്കി കതിനവടികൾ ചെയ്ത് മനുഷ്യന്റെ സ്വസ്ഥ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന മതമല്ല യഥാർത്ഥത്തിൽ മതം. അതൊക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പ്രമാണങ്ങൾ എന്തു പഠിപ്പിച്ചു എന്നത് പഠിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. 5000 വർഷം ഇനിയും പിന്നിട്ടാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ഹൈവേകളിൽ വാഹനങ്ങൾ ചലിക്കില്ല, നമ്മുടെ ഹൈവേകളിൽ വണ്ടി ഓടിച്ചു പോകാൻ കഴിയില്ല. 10 മിനിറ്റ് ദൂരമുള്ളിടത്തേക്ക് 10 ദിവസം മുമ്പ് ഇറങ്ങേണ്ടി വരുന്ന ഒരു ഗതികേട് ഈ രാജ്യത്തിന് വരും. തീർച്ചയായും നിങ്ങൾക്ക് കാണേണ്ടി വരും. മതോത്സവങ്ങൾ ക്ഷേത്രങ്ങൾ വിട്ട്, പള്ളികൾ വിട്ട്, ചർച്ചുകൾ വിട്ട് റോട്ടിലിറങ്ങുന്ന ഒരു കാലമാണിന്ന്. ഇത് ഇന്ന് 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് വ്യാപകമാകും. പിന്നീട് ക്ഷേത്രം വേണ്ടി വരില്ല, പള്ളികൾ വേണ്ടി വരില്ല. എല്ലാ ബലപ്രയോഗങ്ങളും റോട്ടിലാകും. ഫ്രീഡം പരേഡുകൾ, നേർച്ചകൾ, നബിദിന റാലികൾ, ചെണ്ടമുട്ടലുകൾ നടുറോഡുകളിൽ. ഇസ്ലാം അത് വിലക്കി. ഇമാത്തത്തുൽ അദാ അനിത്തൊരീഖി സദഖ. ഇസ്ലാമിന്റെ പ്രത്യേകത എന്നതാ, വഴിയിൽ നിന്ന് മാർഗദർശനം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ഇസ്ലാം. സഹോദരങ്ങളെ, ഈ കാര്യം വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതാണ്. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന് പറയുമ്പോൾ അവിടെയാണ് ആദ്യമായി ദൈവത്തെ പഠിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയവനാണ് മനുഷ്യ നിന്റെ ദൈവം. നോക്കൂ, അവനാകുന്നു നിന്റെ ദൈവം. പിന്നെയോ ഭൂമി നിങ്ങളെയും കൊണ്ടിളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ. മഴ ചൊരിഞ്ഞു തരുന്നവൻ. ആരാ മഴ ചൊരിയുന്നത്? ശ്രീരാമനാണ് എന്ന് ഹൈന്ദവർക്ക് അഭിപ്രായമില്ല. യേശു ക്രിസ്തുവാണ് എന്ന് ക്രൈസ്തവർക്ക് അഭിപ്രായമില്ല. മുഹമ്മദ് നബിയാണെന്ന് മുസ്ലിങ്ങൾക്ക് അഭിപ്രായമില്ല, ലോകത്താർക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നോക്കൂ, അവിടെ പറയുന്നത്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും
ഓക്സിജനും. ഹൈഡ്രജന്റെ പൊതുവേ ഉള്ള ഗുണം സ്വയം കത്തുക എന്നതാണ്. ഓക്സിജന്റെ ഗുണമാകട്ടെ കത്താൻ സഹായിക്കുക എന്നതാണ്. സ്വയം കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കൂടിച്ചേർന്നാൽ ഒരു സ്ഫോടനമാണ് ഉണ്ടാകേണ്ടത്, പക്ഷേ വെള്ളമാണ് ഉണ്ടാകുന്നത്. ഖുർആനിന്റെ 56-ാം അധ്യായം 68 മുതൽ 70 വരെയുള്ള വചനങ്ങളിൽ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. അത് നൽകിയ സിട്ടാവിനെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ സിട്ടാവാണ് നിങ്ങൾക്കൊരു മതജീവിതം നൽകുന്നത് എന്ന കാര്യം ഇസ്ലാം പഠിപ്പിച്ചു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആകാശഭൂമികളെല്ലാം സൂര്യചന്ദ്രന്മാരെല്ലാം സ്വമേധയാ നിർബന്ധിതമായോ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകുന്നു. വിശുദ്ധ ഖുർആനിലൂടെ 3-ാം അധ്യായം 19-ാമത്തെ വചനം, 3-ാം അധ്യായം 84-ാമത്തെ വചനം, 3-ാം അധ്യായം 85-ാമത്തെ വചനത്തിലൂടെ ഈ യാഥാർത്ഥ്യം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം 30-ാമത്തെ വചനത്തിലൂടെ പ്രകൃതി മനുഷ്യൻ ദൈവത്തിൽ അവനെ സമർപ്പിക്കുക വഴി നേടിയെടുക്കുന്ന സമാധാനത്തിന്റെ പേരാണ് മതമെന്നും ഇസ്ലാമെന്നും ലോകത്തെ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അതിന് വിധേയമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് മുസ്ലിം എന്ന് പറയുക. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും തന്റെ സിട്ടാവിന്റെ കൽപ്പനയാണോ എന്നവൻ ചിന്തിക്കും. കാരണം മാക്കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരി വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഈ ആയത്ത് പ്രത്യേകമായി നിങ്ങൾ നോട്ട് ചെയ്യണം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാഹുവിന്റെ കലാമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 36-ാമത്തെ വചനമാണ്. ഒരു സത്യവിശ്വാസിക്ക് പാടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ പിന്നെ സ്വന്തമായ ഒരു അഭിപ്രായം. ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. ഒരു മുസ്ലിമിനോട് ഞാൻ എന്നെ ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പലതവണകളിൽ ഉണ്ടായ കൂട്ടത്തിലൊന്ന് പോലീസുകാരനോട് ചോദിച്ചു, എന്താ തന്റെ പാന്റ് നരിയാണിയുടെ മേലെ? ഞാൻ എസ് ഐയോട് ചോദിച്ചു, നിങ്ങളുടെ പാന്റ് എന്താ ഷൂവിന്റെ മേലെ? അത് പോലീസ് നിയമമാണ്, ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് പോലീസ് നിയമം, ഇത് ഇസ്ലാമിന്റെ നിയമം. എന്തുകൊണ്ട് നീ താടി നീട്ടി? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ താടി വെച്ചില്ല? അത് പോലീസ് നിയമം, ഇത് ഇസ്ലാമിന്റെ നിയമം. പോലീസിന് താടി വെക്കാതിരിക്കാം എന്ന നിയമം പാലിക്കാം, മുസ്ലിമിന് താടി വെക്കുക എന്ന നിയമം പാലിക്കാം. ആ നിയമം പാലിക്കാമെങ്കിൽ ഈ നിയമവും പാലിക്കാം. അതല്ലേ അതിന്റെ നീതി? ഇത് പ്രവാചകന്റെ സുന്നത്താണ്, പ്രവാചക തിരുമേനി പഠിപ്പിച്ചതാണ്. ഒരു മുസ്ലിം ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പോലും പുണ്യമാണ് താടി വെച്ചത്. 24 hours മരിക്കുമ്പോൾ പോലും പുണ്യം. എല്ലാ സമയത്തും ഒരാൾ സുന്നത്ത് നിസ്കരിച്ചാലേ അതിന്റെ പുണ്യം കിട്ടൂ. ഒരു താടി വെച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താടി പറിച്ചെടുക്കാൻ കഴിയില്ലല്ലോ, അത് നിലനിൽക്കുന്ന കാലം അത്രയും പുണ്യം. അതാണ് പ്രത്യേകത. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാണ്. താടി വെക്കാൻ പറഞ്ഞു, പ്രവാചകൻ പഠിപ്പിച്ചു. നരിയാണിയുടേതായ ഡ്രസ് പോകരുതെന്ന് പുരുഷനോട് പറഞ്ഞു. സ്ത്രീയുടെ ഡ്രസ് താഴ്ത്തിയിടാൻ പറഞ്ഞു, മാറിടത്തിലേക്ക് താഴ്ത്തിയിടാൻ പറഞ്ഞു. അതുകൊണ്ട് മാക്കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരി വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ആരെങ്കിലും അല്ലാഹുവിനെ ധിക്കരിച്ചാൽ, ആരെങ്കിലും റസൂലിനെ ധിക്കരിച്ചാൽ അവർ ഫഖദ് ളല്ല ളലാലൻ മുബീന, വിദൂരമായ വഴികേടിലാണ്. മാറിടത്തിലേക്ക് ഡ്രസ്സ് താഴ്ത്തിയിടാൻ ഒരു പെണ്ണിനോട് ഇസ്ലാം കൽപ്പിച്ചാൽ അത് സ്വീകരിക്കൽ അവൾക്ക് നിർബന്ധമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലൂടെ പ്രവാചകനിലൂടെ കൃത്യമായ തിൽക ഹുദൂദുല്ലാഹ് വമൻ യതഹദ്ദ ഹുദൂദല്ലാഹ് വലാ തഖറബൂഹാ. തിൽക ഹുദൂദുല്ലാഹ്, അല്ലാഹുവിന്റെ അതിർവരമ്പുകളാണത്. ആ അതിർവരമ്പുകൾ മദ്യപിക്കരുത് എന്നത് ഇസ്ലാം നിശ്ചയിച്ച അതിർവരമ്പാണ്. വെള്ളം കുടിക്കാം, പച്ചവെള്ളം കഴിക്കാം, അനുവദിച്ച പാനീയങ്ങൾ കഴിക്കാം. സൂക്ഷ്മ ദൃഷ്ടിയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരോഗ്യം സംരക്ഷിക്കൽ മതപരമായ ഭാഗമാണ്, പുണ്യമാണ്. ഒരു മുസ്ലിം പുകവലിക്കുക എന്നത് അവന്റെ സ്വന്തത്തോട് ചെയ്യുന്ന ആക്രമമാണ്. വലാ തഖ്തുലു നഫ്സല്ലതി, സ്വന്തം നഫ്സിനെ കൊല്ലുക. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കൊല്ലരുത്. ഖുർആൻ പറഞ്ഞു. നിങ്ങൾ നോക്ക്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ് ഖുർആൻ. സ്വന്തം നഫ്സിനെ കൊല്ലുക എങ്ങനെ? മറ്റൊരാൾ കത്തി കൊണ്ട് കുത്തുന്നത് നാം ഇഷ്ടപ്പെടുമോ? നാം തടുക്കാറില്ലേ? ഉണ്ട്. എന്നാൽ സ്വന്തം ശരീരത്തെ പുക കൊണ്ട് കുത്തുന്ന മുസ്ലിം
പുകവലിക്കുക എന്നുള്ളത് സ്വന്തം ശരീരത്തെ ഇഞ്ചിഞ്ചായി കൊല്ലലാണ്, സീറോസിസിന് വിധേയമാക്കലാണ്, ക്യാൻസറിന് വിധേയമാക്കലാണ്, മാരകമായ രോഗത്തിന് വിധേയമാക്കലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പുകവലി ഹറാമാണെന്ന് പ്രഖ്യാപിച്ചു. ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ഗൗരവമായ വിഷയം ചർച്ച ചെയ്തു. ഇന്നും മുസ്ലിങ്ങളിൽ നമസ്കാരമുള്ളവർ, നോമ്പ് തോൽക്കുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, ഇസ്ലാമിന്റെ പേരിൽ ആവേശം കൊള്ളുന്നവർ പുകവലിക്കുന്നു. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ഹെൽത്ത്. പ്രമാണങ്ങൾ മാത്രമല്ല, ആരോഗ്യശാസ്ത്രം പോലും പറയുന്ന മനുഷ്യനെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണെങ്കിൽ, സുന്നത്താണെങ്കിൽ ആ പ്രമാണം പറയുന്നു സ്വന്തം നഫ്സിനെ നിങ്ങൾ കൊല്ലരുത്. ഒരു മുസ്ലിം വെറുതെ ഉറക്കൊയ്യാൻ പോലും പാടില്ല. സീരിയൽ കാണുക, 12 മണി വരെ മറുപടി പറയും.